ചോദ്യം 1. മഹാത്മാഗാന്ധി ഗുജറാത്തി ഭാഷയിലേക്ക് സർവോദയം എന്ന പേരിൽ തർജ്ജമ ചെയ്തത് ആരുടെ ഗ്രന്ഥമാണ്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ ടോൾസ്റ്റോയ്, ജോൺ റസ്കിൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, വേദവ്യാസൻ. ശരിയുത്തരം ഓപ്ഷൻ ബി, ജോൺ റസ്ക്. ഗാന്ധിജിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഗ്രന്ഥമാണ് ജോൺ റസ്കിന്റെ അൺടു ദിസ് ലാസ്റ്റ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ജോഹന്നാസ്ബർഗിൽ നിന്നും നെറ്റാളിലേക്കുള്ള തീവണ്ടി യാത്രയ്ക്കിടെ വായിക്കാനായി സുഹൃത്ത് സമ്മാനിച്ചതാണ് ഈ പുസ്തകം. വായിച്ചു തുടങ്ങിയാൽ കയ്യിൽ നിന്ന് താഴത്തു വയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ളതായിരുന്നു ആ പുസ്തകമെന്ന് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ നിന്നും 3 സിദ്ധാന്തങ്ങളാണ് താൻ മനസ്സിലാക്കിയതെന്ന് ഗാന്ധിജി പറയുന്നു. വ്യക്തിയുടെ സ്വന്തം നന്മ സമൂഹത്തിന്റെ നന്മയിൽ അടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ തൊഴിൽ കൊണ്ട് ഉപജീവിക്കുവാൻ ഏവർക്കും തുല്യ അവകാശമുള്ളതിനാൽ ക്ഷുരകന്റെ തൊഴിൽ അഭിഭാഷകന്റെ തൊഴിലിനെ പോലെ തന്നെ വിലയുള്ളതാണ്. ദേഹാധ്വാനം ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും ഉത്തമം. അൺടു ദിസ് ലാസ്റ്റ് എന്ന ഈ ഗ്രന്ഥം അദ്ദേഹം സർവോദയം എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ചോദ്യം 2. ഭഗവത്ഗീത അടങ്ങിയിരിക്കുന്നത് മഹാഭാരതത്തിന്റെ ഏത് പർവ്വത്തിലാണ്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ സഭാപർവം, ദ്രോണപർവം, മഹാപ്രസ്ഥാനപർവം, ഭീഷ്മപർവം. ശരിയുത്തരം ഓപ്ഷൻ ഡി, ഭീഷ്മപർവം. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണുള്ളത്. ഇതിൽ ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത എന്ന ആധ്യാത്മിക ഗ്രന്ഥം ചേർത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിപുലമായ സാഹിത്യകൃതിയാണ് മഹാഭാരതം. 1.25 ലക്ഷം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഗ്രീക്ക് ഇതിഹാസങ്ങളായ ഇലിയഡും ഒഡീസിയും ചേർന്നാലുള്ളതിന്റെ 8 മടങ്ങ് വലുപ്പമുണ്ട് മഹാഭാരതത്തിന്. 6 തലമുറയിൽപ്പെട്ട ക്ഷത്രിയരുടെ കഥ പറയുന്ന ഇതിഹാസ കാവ്യമാണിത്. മഹാഭാരതത്തിന്റെ ആദ്യ രൂപം രചിച്ചത് കൃഷ്ണദ്വൈപായന വ്യാസനാണ്. പക്ഷേ മഹാഭാരത കഥയിൽ പലതും ക്രോഡീകരിക്കപ്പെട്ടത് രാമായണത്തിന്റെ രചനയ്ക്ക് ശേഷമാണെന്ന് കരുതപ്പെടുന്നു. ജയസംഹിത, 5-ാം വേദം എന്നീ പേരുകളിലും മഹാഭാരതം അറിയപ്പെടുന്നു. കൃഷ്ണന്റെ ജീവിതകഥ പ്രതിപാദിക്കുന്ന ഹരിവംശ പർവം മഹാഭാരതത്തിന്റെ അനുബന്ധമായി ചേർത്തിരിക്കുന്നു. ചോദ്യം 3. വംശനാശ ഭീഷണിയില്ലാത്ത ജീവിവർഗങ്ങളെക്കുറിച്ചുള്ള വിവരണമേത്? ഓപ്ഷനുകൾ റെഡ് ഡാറ്റ ബുക്ക്, ബ്ലൂ ലിസ്റ്റ്, യെല്ലോ ലിസ്റ്റ്, ബ്ലാക്ക് പേജസ്. ശരിയുത്തരം ഓപ്ഷൻ സി, യെല്ലോ ലിസ്റ്റ്. ലോക സംരക്ഷണ സമിതിയാണ് മനുഷ്യന്റെ ഇടപെടൽ മൂലം പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. മനുഷ്യന്റെ പ്രകൃതി മലിനീകരണ പ്രവർത്തനം മൂലം വേറിട്ടുപോകാൻ സാധ്യതയുള്ള ജീവികളുടെ പേരാണ് ബ്ലൂ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. വംശനാശ ഭീഷണി ഇല്ലാത്ത ജീവിവർഗങ്ങളുടെ വിവരണമാണ് യെല്ലോ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. ചോദ്യം 4. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ ആമസോൺ, നൈൽ, മിസിസിപ്പി, യാങ്സി. ശരിയുത്തരം ഓപ്ഷൻ ബി, നൈൽ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ തർക്കവിഷയമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആണ് എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഉത്തരം. ആഫ്രിക്കയിലൂടെ ഒഴുകുന്ന നൈൽ നദിക്ക് 6650 കിലോമീറ്റർ നീളമുണ്ട്. നൈലിന്റെ 2 പ്രധാന പോഷക നദികളായ വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ എന്നിവ സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിൽ വെച്ച് കൂടിച്ചേരുന്നു. ഈജിപ്തിലെ അലക്സാണ്ട്രിയയ്ക്ക് സമീപം വച്ച് നൈൽ നദി മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ആണ്. ഏറ്റവും ജലപ്രവാഹം കൂടിയ ഈ നദിക്കാണ് ഏറ്റവും വലിയ നദീതടവും ഏറ്റവും കൂടുതൽ പോഷക നദികളും ഉള്ളത്. പെറു, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലൂടെ 6400 കിലോമീറ്റർ ഒഴുകി ആമസോൺ പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എന്നാൽ പെറുവിലെ നാഷണൽ ജിയോഗ്രഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പര്യവേഷണത്തിനൊടുവിൽ ആൻഡീസ് നിരയിൽപ്പെടുന്ന തെക്കൻ പെറുവിലെ മിസ്മി പർവ്വത പ്രദേശത്തു നിന്നാണ് ആമസോണിന്റെ ഉത്ഭവമെന്ന് കണ്ടെത്തി. ഇവിടുത്തെ അപ്പാച്ചെറ്റെ മലമടക്കിലാണ് ആമസോണിന്റെ ആരംഭം. ഇതോടെ ഉത്ഭവം മുതൽ പതനസ്ഥാനം വരെ ആമസോണിന്റെ നീളം 6800 കിലോമീറ്റർ ആണെന്നാണ് അവരുടെ അഭിപ്രായം. നൈലിന്റെ നീളം 6650 കിലോമീറ്റർ ആണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസിസിപ്പി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി.